എല്ലാവർക്കും നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 50 ചോദ്യങ്ങളാണ്. ജനുവരി 2022 മുതൽ ജനുവരി 2023 വരെയുള്ള കാലയളവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ആദ്യത്തെ ചോദ്യം യുനെസ്കോ പൈതൃക പദവിയായി ബന്ധപ്പെട്ടതാണ്. യുനെസ്കോ പൈതൃക പദവി നേടുന്ന ഇന്ത്യയിലെ ഉത്സവം ഏതാണ് എന്നാണ് ചോദ്യം. ഫെസ്റ്റിവൽ ടു ബി ലിസ്റ്റഡ് ഇൻ ദ യുനെസ്കോസ് ഹെറിറ്റേജ് ലിസ്റ്റ് ഏതാണ്? ഫെസ്റ്റിവലാണ്. ഏതാണ്? ദുർഗാപൂജയാണ്. വെസ്റ്റ് ബംഗാൾ. ദുർഗാപൂജ വെസ്റ്റ് ബംഗാൾ. പൈതൃക പദവി നേടുന്ന ഇന്ത്യയിലെ ഉത്സവം എന്ന് പറയുന്നത് ദുർഗാപൂജയാണ്, വെസ്റ്റ് ബംഗാൾ. 2, തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനം ഏത്? വിച്ച് ഈസ് ദ ഒഫീഷ്യൽ സോങ് ഓഫ് തമിഴ്നാടു? വിച്ച് സോങ് ഹാസ് ബീൻ സെലക്റ്റഡ് ആസ് ദി ഒഫീഷ്യൽ സോങ് ഓഫ് തമിഴ്നാടു? തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത് തമിഴ് തായ് വാഴ്ത്താണ്. തമിഴ് തായ് വാഴ്ത്ത്. 3, പ്രളയ് എന്ത് തരം മിസൈലാണ്? വാട്ട് കൈൻഡ് ഓഫ് മിസൈൽ ഇസ് ദ ന്യൂലി ടെസ്റ്റഡ് പ്രളയ്? ഏത് രീതിയിലാണ് ഇത് തൊടുക്കുന്നതെന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സർഫസ് ടു സർഫസ് മിസൈലാണ്. അതിൻ്റെ റേഞ്ച് നോക്കാം. 4000, 5000 ഒക്കെ ചിലപ്പോൾ ഓപ്ഷൻസിൽ തരും. 350 കിലോമീറ്റർ ടു 500 കിലോമീറ്റർ റേഞ്ചാണ് പുതിയ ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രളയ് എന്ന് പറഞ്ഞ സർഫസ് ടു സർഫസ് മിസൈൽ. പ്രളയ് സർഫസ് ടു സർഫസ് മിസൈൽ 350 കിലോമീറ്റർ ടു 500 കിലോമീറ്റർ. അഗ്നി പ്രൈം എന്ന മിസൈൽ ദൂരപരിധി എത്രയാണ്? അഗ്നി പ്രൈം എന്ന അഗ്നി സീരീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ മിസൈൽ സിസ്റ്റത്തിൻ്റെ ദൂരപരിധി റേഞ്ച് എത്രയാണ്? വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദി ന്യൂലി ടെസ്റ്റഡ് അഗ്നി പ്രൈം മിസൈൽ? ഏതാണ്? 1000 to 2000 കിലോമീറ്റർ വരെയാണ് റേഞ്ച്. 1000 to 2000 കിലോമീറ്റർ അഗ്നി പ്രൈം. ഇമ്പോർട്ടൻ്റ് ആണ്. 5ാമത്തെ ചോദ്യം കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? നീരജ് എന്ന മുയലാണ്. നീരജ് എന്ന മുയൽ. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രഥമ കേരള ഒളിമ്പിക് ഗെയിംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നീരജ് എന്ന മുയൽ. 6, KS സേതുമാധവൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? KS സേതുമാധവൻ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഫീൽഡ്? സിനിമാ സംവിധായകനാണ് KS സേതുമാധവൻ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനാണ്. KS സേതുമാധവൻ സിനിമാ സംവിധായകനാണ്. 7, 2022 പ്രസിദ്ധീകരിച്ച സദ്ഭരണ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? കേരളത്തിൻ്റെ സ്ഥാനം 5ആണ്. 2022 പ്രസിദ്ധീകരിച്ച സദ്ഭരണ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 5. ഹൃദയരാഗങ്ങൾ എന്ന കൃതി ആര് രചിച്ചതാണ്? ഹൃദയരാഗങ്ങൾ ഇസ് റിട്ടൺ ബൈ ജോർജ് ഓണക്കൂർ. ഹൃദയരാഗങ്ങൾ എന്ന കൃതി രചിച്ചത് ജോർജ് ഓണക്കൂറാണ്. 9, അവർ മൂവരും മഴവില്ലും എന്ന കൃതി രചിച്ചതാരാണ്? രഘുനാഥ് പാലേരി. അവർ മൂവരും മഴവില്ലും എന്ന കൃതി രചിച്ചത് രഘുനാഥ് പാലേരി. 2021 ഓടക്കുഴൽ പുരസ്കാരം ആർക്ക്? 2021 ഓടക്കുഴൽ അവാർഡ് ഹാസ് ബീൻ ബാഗ്ഡ് ബൈ സാറ ജോസഫ്. ബുദ്ധിനിയാണ് നോവൽ. സാറ ജോസഫ്. 2021 ഓടക്കുഴൽ പുരസ്കാരമാണ് പറഞ്ഞിരിക്കുന്നത്. സാറ ജോസഫ് ബുദ്ധിനി. 11ാമത്തെ ചോദ്യം ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഏത് ട്രസ്റ്റാണ്? വിച്ച് ഇസ് ദ ട്രസ്റ്റ് വിച്ച് ഇസ് സ്പോൺസറിങ് ദി ഓടക്കുഴൽ അവാർഡ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. 12, പവർ ഓഫ് ദി ഡോഗ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ദ ഫിലിം പവർ ഓഫ് ദി ഡോഗ് ഇസ് ഡയറക്റ്റഡ് ബൈ ജെയിൻ ക്യാമ്പെയിൻ ആണ് പവർ ഓഫ് ദി ഡോഗ് എന്ന സിനിമ സംവിധാനം ചെയ്തത്. ജെയിൻ ക്യാമ്പെയിൻ പവർ ഓഫ് ദി ഡോഗ്. 13, ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ്? ദ ഓട്ടോബയോഗ്രഫി ദ ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് ഇസ് റിട്ടൺ ബൈ കെ അയ്യപ്പൻ പിള്ള. ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് ഓട്ടോബയോഗ്രഫിയാണ്. 14ാമത്തെ ചോദ്യം 14ാം ബഷീർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 14ാം ബഷീർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? കെ സച്ചിദാനന്ദനാണ്. 15ാമത്തെ ചോദ്യം 14ാം ബഷീർ പുരസ്കാരം ഏത് കൃതിക്കാണ് ലഭിച്ചത്? ദുഃഖം എന്ന വീട്. 16, പാട്ടുപത്തായം രചിച്ചതാര്? മടവൂർ സുരേന്ദ്രൻ. പാട്ടുപത്തായം രചിച്ചത് മടവൂർ സുരേന്ദ്രൻ. 17, ISRO ചെയർമാൻ ആയി നിയമിതനായത് ആര്? ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി ISRO ചെയർമാൻ? എസ് സോമനാഥ്. ISRO ചെയർമാൻ എസ് സോമനാഥ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 18, UGC ചെയർമാൻ ആരാണ്? ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ? എം ജഗദീഷ് കുമാർ. UGC ചെയർമാൻ ആരാണ്? എം ജഗദീഷ് കുമാർ. 19ാമത്തെ ചോദ്യം മലയാളം മിഷൻ ഡയറക്ടറായി ചുമതലയേറ്റതാര്? മുരുകൻ കാട്ടാക്കട. മലയാളം മിഷൻ ഡയറക്ടറായിട്ട് ചുമതലയേറ്റതാരാണ്? മുരുകൻ കാട്ടാക്കട. 2022 ബാലാമണി പുരസ്കാരം ആർക്ക്? MK സാനു.
MK സാനു. 21 ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ദൗത്യം ഏത്? അതായത് കഴിഞ്ഞ വർഷം 2022 ഒരുപാട് പേരെ ഉക്രൈനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഏകദേശം 90 പ്ലെയിനുകൾ ഇങ്ങോട്ടേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത് ഉക്രൈനിൽ നിന്ന്. അതേതാണ് ദൗത്യം? അത് ഉത്തരം കൊടുത്തത് തെറ്റാണ്. ഓപ്പറേഷൻ ഗംഗയാണ്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ഓപ്പറേഷൻ ഗംഗയാണ് ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ദൗത്യം. 22ാമത്തെ ചോദ്യം, സാറാ ജോസഫിന് പ്രഥമ വിമൺ റൈറ്റേഴ്സ് പ്രൈസ് നേടിക്കൊടുത്തത് നോവൽ ഏതാണ്? ബുദ്ധിനിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ നോവലാണ്. 23 വനിതാ ഏകദിന ക്രിക്കറ്റിൽ 250 വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരം ജുലൻ ഗോസ്വാമിയാണ്. ജുലൻ ഗോസ്വാമി. 24 ഷഹബാസ് ഷെരീഫ് ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്? ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ. 25 എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറി സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല? ജാംതാര, ജാർഖണ്ഡ്. എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറി സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? ജാംതാര, ജാർഖണ്ഡ്. രാജു ആൻഡ് ദ 40 തീവ്സ് എന്ന കാർട്ടൂൺ പുസ്തകം പുറത്തിറക്കിയതാര്? രാജു ആൻഡ് ദി 40 തീവ്സ് എന്ന കാർട്ടൂൺ പുസ്തകം പുറത്തിറക്കിയത് RBI ആണ്. RBI. 27 പ്രഥമ കേരള ഒളിമ്പിക് ഗെയിംസ് ഓവറോൾ കിരീടമാർക്കാണ്? തിരുവനന്തപുരമാണ്. പ്രഥമ കേരള ഒളിമ്പിക് ഗെയിംസ് ഓവറോൾ കിരീടമാർക്കാണ്? തിരുവനന്തപുരം ജില്ലക്കാണ്. 28 ഏഷ്യ കപ്പ് ആർച്ചറി 2022 കിരീടം ഏത് രാജ്യത്തിനാണ്? ഏഷ്യ കപ്പ് ആർച്ചറി 2022 കിരീടം ഇന്ത്യക്കാണ്. 29 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2022 പുകയില വിരുദ്ധ ദിന പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. ജാർഖണ്ഡ്. 30ാമത്തെ ചോദ്യം, കെനിയയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട താരം? വില്യം റൂത്തോ ആണ് കെനിയയുടെ പുതിയ പ്രസിഡന്റ്. 31ാമത്തെ ചോദ്യം, ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി ഏതാണ്? 108ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ആണ്. അതിൻ്റെ വേദി ഏതാണ്? വിച്ച് ഇസ് ദ വെന്യൂ ഓഫ് ദി 108th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്? നാഗ്പൂരാണ്. നാഗ്പൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. 32ാമത്തെ ചോദ്യം, 61ാം സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി ഏത്? 61ാം കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കോഴിക്കോടാണ്. 33 ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ആരാണ്? ഹു ഹാസ് ബീൻ അവാർഡ് ദ ഓടക്കുഴൽ അവാർഡ് 2022 ബൈ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്? അംബികാസുധൻ മാങ്ങാടാണ്. 34 2023 പുരുഷ ഹോക്കി വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെ? വെന്യൂ ഓഫ് മെൻസ് ഹോക്കി വേൾഡ് കപ്പ് നടന്നതാണ്, കഴിഞ്ഞതാണ് ഒഡീഷ. 2023 പുരുഷ ഹോക്കി വേൾഡ് കപ്പ് ഒഡീഷ. 35 ബാങ്കിങ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ സംസ്ഥാനം? ബാങ്കിങ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ സംസ്ഥാനം ഏത്? വിച്ച് സ്റ്റേറ്റ് ഈസ് ദ സ്റ്റേറ്റ് വിച്ച് അച്ചീവ്ഡ് ഫുള്ളി ഡിജിറ്റൽ സ്റ്റാറ്റസ് ഫോർ ബാങ്കിങ് ഓപ്പറേഷൻസ് ഓർ ട്രാൻസാക്ഷൻസ്? കേരള ആണ്. 36 കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി ചുമതലയേറ്റത് ആര്? മല്ലിക സാരാഭായ്. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി ചാൻസലർ ഓഫ് കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റി ആരാണ്? മല്ലിക സാരാഭായ്. 37 അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൻ്റെ എള്ളിനം ഏത്? വിച്ച് പ്രൊഡക്റ്റ് ഹാസ് ബീൻ ഗിവൺ ദി ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഫ്രം കേരള? ഓണാട്ടുകര എള്ള്. ഭൗമസൂചിക എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനാണ്. 38 ലോകത്തിലെ പ്രതിമ സ്ഥാപിക്കപ്പെടുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം? ഹു ഈസ് ദ ഫസ്റ്റ് വുമൺ ക്രിക്കറ്റ് പ്ലെയർ ഹൂ സ്റ്റാച്യു ഹാസ് ബീൻ മെയ്ഡ്? ബെലിൻഡ ക്ലാർക്ക്, ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആയിരുന്നു. 39 ദേശീയ പ്രവാസി ഭാരതീയ ദിവസ് എന്നാണ്? വിച്ച് ഡേ സെലിബ്രേറ്റഡ് ആസ് പ്രവാസി ഭാരതീയ ദിവസ്? ജനുവരി 9. 40ാമത്തെ ചോദ്യം, 17ാമത് ദേശീയ പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി? വെന്യൂ ഓഫ് 17th എഡിഷൻ ഓഫ് ദി പ്രവാസി ഭാരതീയ ദിവസ് ഈസ് ഇൻഡോർ, മധ്യപ്രദേശ്. സ്വച്ഛ് സർവേക്ഷൺ അവാർഡിൽ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി എന്ന അവാർഡും കിട്ടുന്നത് എപ്പോഴും ഇൻഡോറിനാണ്. കഴിഞ്ഞ ഒരുപാട് തവണകളായിട്ട് ഇൻഡോർ തന്നെയാണ് ആ ലിസ്റ്റിലും ടോപ്പ്. ലോക ഹിന്ദി ദിനം, വെൻ ഇസ് ദ വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റഡ്? ജനുവരി 10. വൈക്കം മുഹമ്മദ് ബഷീർ ട്രസ്റ്റിൻ്റെ 15ാം ബഷീർ അവാർഡ് ലഭിച്ചതാർക്ക്? ഹു ബാഗ്ഡ് ദ 15th ബഷീർ അവാർഡ് ബൈ വൈക്കം മുഹമ്മദ് ബഷീർ ട്രസ്റ്റ്? M. മുകുന്ദൻ. ഏതാണ് കൃതി? നൃത്തം ചെയ്യുന്ന കുടകൾ ആണ്. M. മുകുന്ദൻ നൃത്തം ചെയ്യുന്ന കുടകൾ. 43ാമത്തെ ചോദ്യം, 2023 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം? 2023 വിച്ച് പബ്ലിക് അണ്ടർടേക്കിംഗ് ഓർഗനൈസേഷൻ അണ്ടർ കേരള ഗവൺമെൻറ് സെലിബ്രേറ്റിംഗ് ദ ഗോൾഡൻ ജൂബിലി ഇൻ 2023? കെലക്ട്രോൺ ആണ്. കെലക്ട്രോൺ. 44ാമത്തെ ചോദ്യം, 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ
ഒറിജിനൽ സോങ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ഗാനം. വിച്ച് സോങ് ഫ്രം ഇന്ത്യ ബാഗ്ഡ് ദ അവാർഡ് ഫോർ ഒറിജിനൽ സോങ് കാറ്റഗറി ഇൻ 80th എഡിഷൻ ഓഫ് ഗോൾഡൻ ഗ്ലോബ്? നാട്ടുനാട്ട്. ഏതാണ് സിനിമ? RRR. 45ാമത്തെ ചോദ്യം. ഹോട്ടലുകൾക്ക് ഗ്രേഡിംഗ് നൽകാൻ ഹൈജീൻ റേറ്റിംഗ് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം. വിച്ച് സ്റ്റേറ്റ് ഹാസ് ലോഞ്ച്ഡ് ദ ഹൈജീൻ റേറ്റിംഗ് ആപ്പ് ടു റേറ്റ് ദ ഹൈജീൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ്? കേരളമാണ്. 46. 75ാമത് ദേശീയ കരസേനാ ദിനം എന്നാണ്? വെൻ ഈസ് ദ 75th എഡിഷൻ ഓഫ് ദി നാഷണൽ ആർമി ഡേ? ജനുവരി 15-നാണ്. 47ാമത്തെ ചോദ്യം. ഗ്രേറ്റർ നോയിഡയിൽ നടന്ന 16ാമത് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച രാജ്യത്തെ ആദ്യ സോളാർ കാർ ഏതാണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സോളാർ കാർ വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ 16th എഡിഷൻ ഓഫ് ദി ഓട്ടോ എക്സ്പോ ഹെൽഡ് ഇൻ ഗ്രേറ്റർ നോയിഡ? ഇവയാണ്. 48ാമത്തെ ചോദ്യം. G20 പഠനങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെ? വിച്ച് യൂണിവേഴ്സിറ്റി ഇസ് ദ ചോസൺ യൂണിവേഴ്സിറ്റി ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ റിസർച്ച് സെൻറ്റർ ഫോർ G20 സ്റ്റഡീസ്? ജിൻഡാൽ യൂണിവേഴ്സിറ്റി, ഹരിയാനയാണ്. 49ാമത്തെ ചോദ്യം. 2023 UN ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ലഷ്കർ ഇ തോയ്ബയുടെ നേതാവ്? ഹു ഈസ് ദ ലഷ്കർ ഇ തൈബ ലീഡർ ഹു ഹാസ് ബീൻ ബ്ലാക്ക് ലിസ്റ്റഡ് ബൈ ദി UNSC ഇൻ 2023? അബ്ദുൾ റഹ്മാൻ മക്കിയാണ്. അബ്ദുൾ റഹ്മാൻ മക്കി. 50. 2023 ജനുവരിയിൽ ഇന്ത്യയുടെ G20 അധ്യക്ഷ പദത്തിന് കീഴിലുള്ള ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിങ്ങിന് വേദിയായത് തിരുവനന്തപുരമാണ്. ഇത്രയും എന്ന് പറയുന്നത് 50 ചോദ്യങ്ങളാണ്. നമ്മൾ ഏകദേശം 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് നമ്മൾ തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു റിവിഷൻ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ, ടേക്ക് കെയർ.